ഹരേ കൃഷ്ണ. ഇനി നമുക്ക് 20ാമത്തെ ശ്ലോകം നോക്കാം. വസുദേവ ഉപശ്രുത്യ ഭ്രാതരം നന്ദമാഗതം ജ്ഞാത്വാ ദത്തകരം രാജ്ഞേ യയൗ തദവമോചനം. ഇനി നമുക്ക് അതിലെ പദങ്ങളുടെ അർത്ഥം നോക്കാം. നമ്മൾ തൊട്ടു മുൻപുള്ള ശ്ലോകത്തിൽ കണ്ടിരുന്നു, നന്ദഗോപര് കംസന് കപ്പം കൊടുക്കാനായിട്ട് ഗോകുലത്തെയും ഗോകുലവാസികളെയും തൻ്റെ ഉണ്ണിയെയും ഒക്കെ സംരക്ഷിക്കുക എന്ന ചുമതല ഗോപന്മാരെ ഏൽപ്പിച്ചിട്ട് മധുരയിലേക്ക് പോയി എന്ന് പറഞ്ഞിരുന്നു. ഇനി അപ്പോൾ അതിൻ്റെ ബാക്കിയാണ്. ഇനി മധുരയിൽ എന്താണ് നടന്നത് എന്നാണ് പറയുന്നത്. വസുദേവ ഉപശ്രുത്യ, വസുദേവ എന്ന് പറഞ്ഞാൽ വസുദേവര, ഉപശ്രുത്യ കേട്ടിട്ട്, എന്താ, ഭ്രാതരം നന്ദമാഗതം. ഭ്രാതരം എന്ന് പറഞ്ഞാൽ തൻ്റെ സഹോദരനെയാണ് ഭ്രാതരം എന്ന് പറയുന്നത്. സഹോദരനായിട്ടുള്ള നന്ദമാഗതം, നന്ദം ആഗതം, ഇങ്ങനെ രണ്ട് വാക്കുകൾ ചേരുന്നതാണ് നന്ദമാഗതം. നന്ദം എന്നാൽ നന്ദഗോപര്, ആഗതം വന്നിട്ടുള്ളതായിട്ട്. അപ്പോൾ തൻ്റെ സഹോദരനായിട്ടുള്ള നന്ദഗോപര് വന്നിട്ടുള്ളതായി കേട്ടിട്ട്, ഇവിടെ സഹോദരൻ എന്ന് പറയാൻ കാരണം വസുദേവരുടെ അമ്മയുടെ സഹോദരന് ഒരു വൈശ്യ സ്ത്രീയിലുണ്ടായ പുത്രനാണ് നന്ദഗോപര്. അപ്പോൾ ആചാര്യന്മാർ പറയാറുണ്ട്, അതുകൊണ്ട് തന്നെ വസുദേവരെയും നന്ദഗോപരെയും കണ്ടാലും നല്ല സാമ്യമാണ് എന്ന് പറയാറുണ്ട്. അപ്പോൾ വസുദേവരുടെ അമ്മാവൻ്റെ പുത്രനാണ് ശരിക്കും നോക്കിയാൽ നന്ദഗോപര്. അപ്പോൾ നന്ദഗോപരും വസുദേവരും സഹോദരന്മാരാണ്, ജ്യേഷ്ഠാനുജന്മാരാണ്. അതുകൊണ്ടാണ് ഇവിടെ പറഞ്ഞത് ഭ്രാതരം, സഹോദരൻ. അപ്പോൾ തൻ്റെ സഹോദരനായിട്ടുള്ള നന്ദഗോപര് അവിടെ ആഗതം വന്നിട്ടുള്ളതായിട്ട്, ജ്ഞാത്വ എന്നാൽ അറിഞ്ഞിട്ട്, എന്താ, ദത്തകരം എന്ന് പറഞ്ഞാൽ കരം കൊടുത്തതായിട്ട്, ദത്ത എന്ന് പറഞ്ഞാൽ കൊടുത്തു കഴിഞ്ഞു. അപ്പോൾ ആ ഒരു കർമ്മം നടന്നു കഴിഞ്ഞു. കംസന് പോയി കരം കൊടുത്തതായിട്ട് തൻ്റെ സഹോദരനായിട്ടുള്ള നന്ദഗോപര് ആ കരം കൊടുത്തതായി അറിഞ്ഞിട്ട്, രാജ്ഞി എന്ന് പറഞ്ഞാൽ രാജാവിന്, അതായത് ഇവിടെ കംസന് ആ കപ്പം കൊടുത്തതായി അറിഞ്ഞിട്ട്, യയൗ തദവമോചനം. യയൗ എന്ന് പറഞ്ഞാൽ എത്തിച്ചേർന്നു. ഇവിടെ തദവമോചനം, ഇവിടെ നന്ദഗോപരുടെ വാസസ്ഥാനത്ത് എന്ന് പറയാൻ കാരണം നന്ദഗോപരുടെയും വീട് ഇതേ മധുരയിൽ തന്നെയാണ്. നന്ദഗോപരുടെ അച്ഛനും അമ്മയും ഒക്കെ ഇതേ മധുരയിൽ തന്നെയാണ്. കാരണം വസുദേവരുടെ അമ്മാവനാണ് നന്ദഗോപരുടെ അച്ഛൻ. അപ്പോൾ തൻ്റെ വാസസ്ഥാനത്ത്, അതായത് താൻ അവിടെയാണ് ജനിച്ചു വളർന്നൊക്കെ, പക്ഷെ ഇപ്പോൾ താനാകട്ടെ അതിൻ്റെ ആ മധുരയുടെ തന്നെ ഒരു ഭാഗമായിട്ടുള്ള ഗോകുലത്തിലെ ആ ഒരു ഗ്രാമത്തിൻ്റെ തലവനായിട്ട് വാഴുകയാണ്. അപ്പോൾ അങ്ങനെ തൻ്റെ സഹോദരനായിട്ടുള്ള നന്ദഗോപര് ഈ മധുരയിൽ വന്ന് കംസന് കപ്പം കൊടുത്തതായി അറിഞ്ഞിട്ട്, വസുദേവരാകട്ടെ തൻ്റെ ആ സഹോദരനെ ഒന്ന് കാണുന്നതിനായിക്കൊണ്ട് ആ നന്ദഗോപര് താമസിക്കുന്ന സ്ഥലത്തേക്ക്, അഥവാ തൻ്റെ അമ്മാവൻ്റെ ആ ഗൃഹത്തിലേക്ക് വസുദേവര് പോയി. ഇവിടെ പോകുന്നതിന് ഒരു പ്രത്യേക ഉദ്ദേശ്യമുള്ളത് തൻ്റെ ഉണ്ണിയുടെ വിശേഷങ്ങൾ അറിയുക. തൻ്റെ ഉണ്ണി അവിടെ സുരക്ഷിതനാണെന്ന് തനിക്ക് ഉറപ്പുവരുത്തണം. തന്നെയല്ല, ജനിച്ച സമയത്തൊരു അല്പനേരത്തേക്ക് മാത്രമാണ് തൻ്റെ ഉണ്ണിയെ തനിക്കൊന്ന് കാണാൻ കിട്ടിയത്. അപ്പോൾ ആ ഉണ്ണിയെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ, ഉണ്ണിയുടെ ഇപ്പോഴത്തെ കളിയും ചിരിയും ഒക്കെ, അതിൻ്റെ വിശേഷങ്ങളെല്ലാം അറിയണം. അതിനു വേണ്ടിയിട്ടും കൂടിയാണ് വസുദേവര് നന്ദഗോപരുടെ അടുത്ത് പോയത്. തന്നെയുമല്ല, വേറൊരു വലിയ വിശേഷവും കൂടി നന്ദഗോപരോട് പങ്കിടാനുണ്ട്. അതിനി പിറകാലെയുള്ള ശ്ലോകങ്ങളിൽ നമുക്ക് കാണാം. അപ്പോൾ ഇങ്ങനെ പലവിധ കാര്യങ്ങളാണ്. പ്രധാനമായും തൻ്റെ ഉണ്ണിയുടെ സുരക്ഷിതത്വം. കംസൻ ഇങ്ങനെ ഓരോരോ ഉണ്ണികളെ, ആ സമയത്ത് ജനിച്ച ഉണ്ണികളെയൊക്കെ കൊന്നൊടുക്കുന്നു എന്നറിഞ്ഞപ്പോൾ തൻ്റെ ഉണ്ണിയെക്കുറിച്ച് വല്ലാത്തൊരു ആകാംക്ഷ, പരിഭ്രാന്തിയൊക്കെ തൻ്റെ ഉള്ളിലുണ്ട്. ഒരു ആകുലമായിട്ടുള്ള ചിന്തകളൊക്കെ ഉണ്ട്. അപ്പോൾ ഇതിനൊക്കെ ഒരു
ശാന്തി, ഒരു സമാധാനം കിട്ടണമെങ്കിൽ തൻ്റെ ഉണ്ണിയെക്കുറിച്ചുള്ള വിവരങ്ങളൊക്കെ അറിയണം. അവൻ സുരക്ഷിതനാണോ എന്നറിയണം. അതാകട്ടെ നന്ദഗോപർക്ക് മാത്രമേ പറയാനും കഴിയുകയുള്ളൂ. കാരണം തൻ്റെ ഉണ്ണി ഇപ്പോൾ ഉള്ളത് നന്ദഗോപരുടെ അടുത്താണ്. അപ്പോൾ അതിനു വേണ്ടിയിട്ടാണ് തൻ്റെ അമ്മാവൻ്റെ പുത്രനായിട്ടുള്ള നന്ദഗോപരുടെ അടുത്തേക്ക് വസുദേവര് എത്തിച്ചേർന്നു. അത് താൻ ഇരിക്കുന്നിടത്തേക്ക് നന്ദഗോപരെ ക്ഷണിച്ചു വരുത്തുകയായിരുന്നില്ല. കാരണം ആ സമാഗമം തൻ്റെ വാസസ്ഥാനത്തേക്ക് നന്ദഗോപര് വന്നാൽ അത് കംസൻ അറിയാൻ ഇടയാകുമോ എന്നൊരു ശങ്കയുണ്ടായിരുന്നു. മറിച്ച് നന്ദഗോപര് കപ്പം കൊടുത്ത് തിരിച്ചു പോയി കഴിഞ്ഞിട്ടുണ്ടാവുമെന്ന് കംസന് തോന്നിക്കോട്ടെ എന്ന് കരുതി കപ്പം കൊടുത്തതിന് ശേഷം നന്ദഗോപര് വസിക്കുന്ന ഇടത്തേക്ക് വസുദേവർ അങ്ങോട്ട് ചെല്ലുകയാണ് ചെയ്യുന്നത്. ഇനി നമുക്ക് ആ ശ്ലോകം ഒന്നുകൂടി ഒന്ന് നോക്കാം. വസുദേവ ഉപശ്രുത്യ ഭ്രാതരം നന്ദമാഗതം ജ്ഞാത്വാ ദത്തകരം രാജ്ഞേ യയൗ തദവമോചനം. ഇനിയും ആ ശ്ലോകം വായിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ: നന്ദമാഗതം, നന്ദം ആഗതമാണ്, അതുകൊണ്ട് മായ്ക്ക് അകാരം നീട്ടിയെടുക്കുക. പിന്നെ ബാക്കിയുള്ളതൊക്കെ എളുപ്പമുള്ള വാക്കുകളാണ്. ഇത്രയും കാര്യങ്ങൾ ആ ഒരു ശ്ലോകത്തിൽ ആ ഒരു കാര്യമേ ഉള്ളൂ. നന്ദമാഗതം തദവമോചനം, ആ 2 വാക്കുകളേ ഉള്ളൂ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ളത്. ഹരേ കൃഷ്ണ.